എന്തു പറ്റി? അവള് ആളൊക്കെ നന്ദ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. അന്വേഷിച്ച് ഡോക്ടർ മായാവതിയുടെ അടുത്ത് വരെ ചെന്നിരിക്കുന്നു. ചേടാ, എന്നാൽ ഇവളിതെങ്ങനെയാ വള്ളിപുള്ളി തെറ്റാതെ കാര്യങ്ങൾ അറിയുന്നേ? ഇവിടെ ആരാ നമുക്കിടയിൽ നിന്നും വിവരങ്ങൾ ചോർത്തുന്നേ? ഇവിടെ ആരെന്ത് വിവരം ചോർത്താൻ? ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. അവള് ഡോക്ടർ മായാവതിയെ പോലെ ഒരാളെ നേരിട്ട് ചെന്ന് കണ്ട് വെല്ലുവിളിക്കണമെങ്കിൽ കുറച്ചൊന്നും പോരാ ധൈര്യം. ഇതിപ്പോ അവളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കോ അതോ ഡോക്ടർ തീരുമാനമാക്കോന്നാ എന്റെ സംശയം. എന്നിട്ട് വിസ്മയുടെ പേര് പറഞ്ഞോ മായാവതി? അവരൊരിക്കലും പറയില്ല. അവളുടെ തന്ത വഞ്ചൂർ കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് അല്ലേ, അതും ക്രിമിനൽ ലോയർ. മായാവതി ഒരിക്കലും സ്വന്തം കുഴി തോണ്ടില്ല, അത് ഉറപ്പാ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത് അവൾ ഡോക്ടർ മായാവതിയെ എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതാ. നമ്മൾ അവിടെ ഒരു പെങ്കൊച്ചിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അവൾ എങ്ങനെ അറിഞ്ഞു? ഈ വീട്ടിനുള്ളിൽ താമസിക്കുന്ന അജയന് പോലും എന്തോ നടക്കുന്നുണ്ടെന്ന് മാത്രമേ പിടികിട്ടിട്ടുള്ളൂ. സത്യം, അവളുടെ കണ്ണും കാതും നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളത് തീർച്ചയായും. അജയനും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ അവൾ ഒറ്റ ഒരുത്തി വഴി മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവളെ എന്റെ കൈ കൊണ്ടങ്ങ് തീർത്ത് കളയാന്നേ. ഈ പോക്ക് പോയാ ഏതെങ്കിലും തരത്തിൽ അവൾ വിസ്മയെ കണ്ടെത്താതിരിക്കില്ല. അതിനു മുമ്പ് ഞാൻ എന്റെ വഴിയിൽ അവൾ അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം. ശിവ, അത് വേണ്ട. മണ്ടത്തരവാ. വിനയനെ ഒതുക്കിയതുപോലെ അല്ല അത്. നന്ദയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് ബൂമറാങ് പോലെ നമ്മുടെ തലയിൽ തന്നെ വന്നു വീഴും. അത് നീ ചെയ്താലും ഡോക്ടർ മായാവതി ചെയ്താലും ഇക്കാര്യത്തിൽ സൂക്ഷിച്ചു വേണം കരുനീക്കാൻ. സത്യത്തിൽ എനിക്കാകെ തല ധരിക്കുന്നുണ്ട്. ഒരുത്തി അവിടെ വിസ്മയ അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരുത്തൻ തിരിച്ചു വന്ന് ഏതാണ് പെൺകുട്ടിയെന്ന് കണ്ടെത്തൊന്ന് ഭീഷണിപ്പെടുത്തുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ എന്തോ ചിലത് ഉടൻ വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നത്. അതും ശരിയാ. അജയൻ ഏത് നിമിഷം ഇവിടെ എത്തും. ഇന്നലെ തിരിച്ചു കയറുമെന്ന് അവൻ പറഞ്ഞത്. വന്ന ഉടനെ നന്ദയെല്ലാം വള്ളി പുള്ളി വിടാതെ അവനിലെത്തിക്കും. ചിലപ്പോ നമ്മളെ തോപ്പിക്കാൻ ഇക്കാര്യത്തിൽ രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയെന്നും വരും. അവൻ അന്നങ്ങനെ വെല്ലുവിളിച്ചെങ്കിലും നമുക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ലെന്നേ. കാരണം അവൾ അവനെ അത്രയ്ക്ക് നാണം കെടുത്തിയല്ലേ ഇറങ്ങിപ്പോയത്. അവനൊന്നും അറിഞ്ഞു കാണില്ല, ഒക്കെ വെറുതെ പറഞ്ഞതായിരിക്കും. അല്ല, ഒന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ആരും സന്തോഷിക്കാൻ വേണ്ട. എല്ലാം അറിഞ്ഞു വെച്ചാണ് US എന്റെ എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ച് ഞാൻ ഈ നിമിഷം തിരിച്ചു വന്നിരിക്കുന്നത്. അജയ, അത് നിന്നെക്കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞത്. പൊതുവായി കാര്യങ്ങൾ സംസാരിച്ചപ്പോ. വേണ്ട, ഒരുത്തി നാണം കെടുത്തി ഇറങ്ങിപ്പോയ കഥ പറഞ്ഞപ്പോഴേ ആരെ പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. മറിച്ച് കാര്യങ്ങളും മനസ്സിലാവാത്തതേ നിങ്ങൾക്ക്. ഇപ്പോഴും ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് കരുതുന്ന നിങ്ങൾക്ക്. അജി, ഇവിടെ ഉള്ളവരാരും നിനക്കെതിരല്ല എന്ന് നീ ഒന്ന് മനസ്സിലാക്കുക. നീ എപ്പോഴും നിന്റെ ശത്രുക്കളെ ഞങ്ങളെ കാണരുത്, പ്ലീസ്. കാണുന്നില്ല എങ്കിലേ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് എണ്ണി എണ്ണി ഉത്തരം പറഞ്ഞാൽ മതി. എന്താ പറ്റുമോ നിങ്ങൾക്ക്? എന്നാ ശരി, ചോദിക്കേ. നിനക്കിപ്പോ എന്താ അറിയണ്ടേ? നിങ്ങൾ സരോഗസി നടത്താൻ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? എങ്കിൽ ആർക്കു വേണ്ടിയായിരുന്നു അത്?